താനിതെന്തോന്നു സിനിമാ കഥ പറയും? സിനിമാ കഥ ഞാൻ ഈ 2 കണ്ണുകളുകൊണ്ട് ഞാൻ കണ്ടതാ. ഏക്കത്തിനെ ഇടിച്ച് പരത്തി അവിടെ ഇട്ടേക്കണ്. വക്കീലിനറിയോ, അവളെ ബ്ലാക്ക് ബെൽറ്റാ. കണ്ടുനിന്ന് എനിക്ക് വരെ രോമാഞ്ചം വന്നു പോയി. എടാ താനീ പെണ്ണുമ്പിള്ളേർ ഇടിയും കണ്ട് രോമാഞ്ചം കണ്ട് നടന്നോ? എല്ലാം കയ്യിൽ നിന്ന് കളഞ്ഞിട്ട് ഇരിക്കണം. എന്ത് കയ്യിൽ നിന്ന് കളഞ്ഞത്? എടോ തനിക്കിനി അവളോട് വാ തുറന്നു വല്ലതും മിണ്ടാൻ പറ്റുമോ? എന്താ വേണ്ടിയാ? എടോ തൻ്റെ ഭാര്യ തന്നെ കുനിച്ച് നിർത്തി ഇടിക്കും. എന്തിന്? അതിനങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. ഇടിയെന്നൊക്കെ പറഞ്ഞോണ്ടല്ലോ തളർന്നു പോവും. വക്കീല് ഭാര്യയുടെ ഇടി മേടിക്കാറുണ്ട? ഇടിയാ എനിക്കാ. എന്നോട് മറുത്തൊരു വാക്ക് പറയുന്ന ആ സ്പോട്ടില് 10-15 കൊല്ലം ഞാനും അവള് കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ അവള് എൻ്റെ അടുത്തോ എൻ്റെ വീട്ടുകാരത്തോ ഈ കരാട്ടെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നെഞ്ചത്തൊന്നും കയറിയിട്ടൊന്നുമില്ല. ആ കിട്ടുമ്പോ പഠിച്ചോളൂ. എന്തോ വക്കീല്? അല്ല തൻ്റെ വിശ്വാസം തന്നെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞതാ. വക്കീല് പഠിക്കാറൊന്നുമില്ല. ആ അടിക്കാനൊക്കെ ചെന്നേച്ചാലും മതി. എന്താണ് താനെന്താ ഉദ്ദേശിച്ചത്? ഡ്രിങ്ക്സ്. അതാണ്. ഇവിടെ ആകെ ഒരു കമ്പനി ഉണ്ടായിരുന്ന താനും അടി നിർത്തി. ഇനിയിപ്പോൾ താൻ തുടങ്ങും, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പം എന്തായാലും വക്കീലിൻ്റെ ഭാര്യയ്ക്ക് സന്തോഷമായി കാണുമല്ലേ? സന്തോഷമൊക്കെ ഉണ്ട്, പക്ഷെ ഞാനത് മൈൻഡ് ചെയ്യാറില്ല. അങ്ങനെ മൈൻഡ് ചെയ്താലേ ഇവള് പറഞ്ഞിട്ട് ഞാൻ വെള്ളോടി നിർത്തിയാന്ന് വിചാരിക്കും. അങ്ങനെ ഇവളെ ഒന്നും തലേ കയറാൻ വിടാൻ പാടില്ലടോ. ഒരു ഗ്യാപ്പ് ഇട്ട് നിർത്തണം. ഗ്യാപ്പ് ഇട്ട് നിർത്തണം. ഗ്യാപ്പ് ഇട്ട് നിർത്തണം. നല്ലൊരു വില കിട്ടുള്ളൂ അല്ലേ? പിന്നെ തനിക്ക് ഈ കരാട്ട കുംഫു അങ്ങനെ വല്ലതും? എനിക്കൊന്നും അറിയാൻ പാടില്ല. പഠിച്ചിരിക്കുന്നത് നല്ലതാ. എന്തിന്? ഹലോ ഹലോ ഒന്ന് എന്നെ ഞാൻ ഇവിടെ ഇരിക്കുന്ന കണ്ടില്ലേ? അല്ല ഫോണിലാണ്ട് ചെയ്യായിരുന്നു. അപ്പൊ ഞാൻ ശല്യം ചെയ്യണ്ടെന്ന് വിചാരിച്ചു. എന്ത് ശല്യം? അല്ല ഫോണിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ശല്യം ചെയ്യണ്ടെന്ന് പറഞ്ഞ് ഞാനങ്ങ് പോയെന്നേ ഉള്ളൂ. നിങ്ങക്ക് എന്തൊരു കള്ളലക്ഷണം? അത് ജന്മനാളല്ലേ? അതുണ്ട്. അതല്ലാതെ ഒരു പുതിയ കള്ളലക്ഷണം നിങ്ങളുടെ മുഖത്തുണ്ടല്ലോ. വരാൻ വഴിയില്ലല്ലേ? മദ്യപിച്ച? ഞാനാ മദ്യപിക്കാനാ? അന്ന് സുധ പറഞ്ഞില്ലേ നിർത്താൻ. അന്നത്തെ പിന്നെ ഞാൻ തൊട്ടിട്ടില്ല. ആ നിർത്തിയ നന്നായി, അല്ലെങ്കിൽ ഓർമ്മയുണ്ടല്ലോ. ഓർമ്മയുണ്ടേ. ഞാൻ നോക്കട്ടെ. എവിടെ പോകുന്നു? അവിടെ നിൽക്കി, എനിക്കൊരു കാര്യം കൂടെ ചോദിക്കാനുണ്ട്. എന്താ സുധ? ഈ സോഷ്യൽ മീഡിയയിൽ എന്റെ പ്രസംഗത്തിന്റെ ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ട് പ്രചരിക്കുന്ന നിങ്ങൾ കണ്ടായിരുന്നോ? ഇല്ല. കണ്ടില്ല? അതിന്റെ അടിയിലുള്ള മോശം കമന്റും കണ്ടിട്ടില്ല? ഇല്ല, കണ്ടില്ല. സുധയുടെ പ്രസംഗത്തിന്റെ അടിയിൽ മോശം കമന്റാ? ആരവൻ? അവന്റെ ഡീറ്റെയിൽസ് എടുത്ത് അവനെ അഴിയണ്ടിക്കണല്ലോ. ആ അത് വേണം. പക്ഷെ ഈ മോശം കമന്റ് പോസ്റ്റ് ചെയ്യുന്ന പോലെ കുറ്റമല്ലേ അതിന് ലൈക്ക് അടിക്കുന്നത്? അല്ലേ? ആയിരിക്കും. ആണല്ലേ? അതെ ആണ്. ഇനി ബാ, ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം. ഞാൻ ഇവിടെ നോളാം. ഇങ്ങോട്ട് പാ. ഈ കമന്റ് കണ്ട? അവളുടെ ചെപ്പക്കുറ്റി നോക്കി ഒരെണ്ണം കൊടുക്കണം. അതിനാണ് നിങ്ങൾ ലൈക്ക് അടിച്ചേക്കുന്നത്. എന്താന്ന് സുധേ, നിങ്ങൾ ഒരു കമന്റിനാണ് ലൈക്ക് അടിച്ചേക്കുന്നത്. 17 കമന്റിനാണ് നിങ്ങൾ ലൈക്ക് അടിച്ചേക്കുന്നത്. നോക്ക്. ഇതറിയാതെ പറ്റിയതായിരിക്കും. അറിയാതാണെങ്കിൽ 1 or 2. ഇത് 17 എണ്ണമാണ് നിങ്ങൾ ലൈക്ക് അടിച്ചേക്കുന്നത്. പൊന്നു സുധേ, ഞാനൊരു കാര്യം ചെയ്യാം. ഞാനത് ഡിലീറ്റ് ചെയ്തേക്കാം. നിങ്ങൾ എന്നെ ഡിലീറ്റും ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട. എന്തോ ചെയ്യണമെന്ന് എനിക്കറിയാം കേട്ടാ. സുധേ, നിങ്ങൾ കരുതിയിരുന്നോ നിങ്ങൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട്? നിന്നോട് ഞാൻ ഈ ഷർട്ട് തേക്കാനാണ് പറഞ്ഞത്. ഇതല്ലേ? ഇതല്ലേ നീ എന്നോടാണ് ചോദിക്കണത്? ആ എന്റെ ഓർമ്മയിൽ നിങ്ങൾ അത് തേക്കാൻ എന്നോട് പറഞ്ഞത്. എന്ത് നിസ്സാരമായിട്ടാന്ന് നോക്ക്. ഇവിടെ എനിക്ക് ഓഫീസിൽ പോകേണ്ട ഷർട്ടാണിത്. ആ ഇത്ര വലിയ തന്നാണെ വേറെ ഏതെങ്കിലും തേച്ചിട്ടുണ്ട് പോ. അയ്യോ, അങ്ങനെ തേക്കാണെങ്കിൽ എനിക്ക് തന്നെ തേച്ചിട്ട് ഇങ്ങോട്ട് പോയാൽ പോരെ? എനിക്ക് നിന്റെ അടുത്ത് പറയേണ്ട കാര്യം എന്താണ്? പോയി തേച്ചിട്ട് വഴി. ദേ മോനേട്ടോ, ഒരുമാതിരി അധികാരത്തിന്റെ ഭാഷയിൽ എന്റെ അടുത്ത് സംസാരിക്കാൻ നിൽക്കരുത്. വേണമെങ്കിൽ എടുത്ത് തേച്ചിട്ടുണ്ട് പോ. വേണമെങ്കിൽ എടുത്ത് തേച്ചിട്ട് പോവാനാ? ഞാൻ പറഞ്ഞ കേട്ടിട്ട് നീ ബാക്കി കൊടുത്ത പരിപാടികൾ ചെയ്യുള്ളൂ. പോയി തേച്ചിട്ട് വഴി. ഷർട്ട് ഒന്ന് പോയ മോനേട്ടോ. 2ാമത്തെ തവണയാണ് നീ എന്റെ ഷർട്ട് നീ എടുത്ത് നീ എറിയണം.